വ്യത്യസ്തമായ സന്ദേശങ്ങളൊക്കെ കൊണ്ട് സമ്പന്നം അനുഗ്രഹിക്കപ്പെട്ടു, സോഷ്യൽ മീഡിയ അനുഗ്രഹിക്കപ്പെട്ടു. ദാസന്റെ സന്ദേശങ്ങൾ ഷാജി പാസ്റ്റർ നമ്മൾ നേരിട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. യഥാർത്ഥം എന്താണ് പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നുള്ളത് സാധാരണ കേട്ടുപോയതിന് അപ്പുറമായി ദൈവവചനം ഉള്ളതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യരെ ഞങ്ങൾ കണ്ടെത്തി. ഷാജി പാസ്റ്റർ ഇവിടെ ആദ്യം മുതലേ കേട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതാണ് നമ്മൾ കേട്ട് വളർന്നു വന്നത്. ഷാജി പാസ്റ്റർ നമ്മൾ നേരിട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. യഥാർത്ഥം എന്താണ് പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നുള്ളത് സാധാരണ കേട്ടുപോയതിന് അപ്പുറമായി ദൈവവചനം ഉള്ളതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യരെ ഞങ്ങൾ കണ്ടെത്തി. ഷാജി പാസ്റ്റർ ഇവിടെ ഞങ്ങളത് കേട്ടു. പിന്നീട് ഞാൻ കൂടുതൽ മനസ്സിലായി. പിന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കർത്താവ് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പോകുമ്പോൾ അവിടുന്ന് പിതാവിലേക്കാണ് വിരൽ ചൂണ്ടിയത്. നമ്മൾ വിരൽ ചൂണ്ടുന്നത് പുത്രനിലേക്കായിപ്പോയി. പിതാവിന് അവിടെ സ്ഥാനം കുറഞ്ഞു വരുന്നവർ കണ്ടു. അപ്പോൾ ഷാജി പാസ്റ്റർ എടുത്ത് അത് പോയിൻ്റ് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. യേശു ജീവിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തു എപ്പോഴും നമ്മളെ പിതാവിനത്തെ കൊണ്ടുപോകുമായിരുന്നു. യേശുക്രിസ്തു നമ്മളെ മുമ്പിൽ ആളരൂപത്തിലില്ലാത്തതുകൊണ്ട് കർത്താവിന് അത് സഹിക്കല്ലാതെ നിവൃത്തിയില്ല. എങ്കിലും കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള കാര്യം യഥാർത്ഥമാണ്. എന്നാൽ കർത്താവിൻ്റെ ഉള്ളിലുള്ള ഭയങ്കര ദാഹവും സ്വപ്നവും പിതാവിലേക്കായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ തന്നെ ചൂണ്ടിക്കുക. അത് വ്യക്തമായിട്ട് പറഞ്ഞ ഒരു ഷാജി പാസ്റ്റർ ഞങ്ങൾ അത്ഭുതപ്പെട്ടു, സന്തോഷിച്ചു. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും വചനങ്ങൾ യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. മോനിവിടെ എറണാകുളം ജോലി കിട്ടിയ സന്ദർഭത്തിൽ അവന് ഈ കൂട്ടായ്മയെ പറ്റി പരിചയപ്പെടുത്താൻ അവസരം കിട്ടുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എല്ലാ ദൈവത്തിനും കാരണം ദൈവം. അപ്പോൾ മോനിവിടെ വരാൻ കഴിയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷന്മാരായി. അവൻ വചനങ്ങൾ കാര്യമായിട്ട് കാര്യമുള്ള പഠിപ്പിക്കും. നേരെ മറിച്ച് ഒരു ചെറിയ കുട്ടികൾ പെട്ടെന്ന് തന്നെ വന്നിട്ട് ദൈവത്തിന് വചനം ഇല്ലാത്ത കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള എത്ര അപകടമാണെന്ന് ചോദിക്കട്ടെ. എത്ര ഭയങ്കരമായ അപകടത്തിലാണ് അവർ വീണു പോകുന്നത്. എന്നാൽ യഥാർത്ഥ ദൈവത്തിലേക്ക് ചെറുപ്പത്തിലെ മക്കൾ എത്തുന്നുള്ളൊരു വലിയ ഭാഗ്യമല്ലേ. വ്യത്യസ്തമായ സന്ദേശങ്ങളൊക്കെ കൊണ്ട് സമ്പന്നം അനുഗ്രഹിക്കപ്പെട്ടു, സോഷ്യൽ മീഡിയ അനുഗ്രഹിക്കപ്പെട്ടു. ദാസന്റെ സന്ദേശം കൂടെ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. പനിയൊക്കെ വന്നിട്ട് പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും അപകടങ്ങളൊന്നും കൂടാതെ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ എത്താനും അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷം ദൈവസ്ഥാനത്തിൽ എത്താൻ സഹായിച്ചു. ദൈവനാമം പറയട്ടെ.